നമ്മുടെ മൂത്രത്തിൽ പഴുപ്പൊക്കെ മാറ്റാനുള്ള അത്ഭുത മരുന്നാണ് നമ്മൾ ഈ കരിക്കിലേക്ക് മാറ്റുന്നത്. അതായത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പം ഒട്ടുമുക്കാൽ ആളുകൾക്കുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആയുർവേദപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി എന്ന് പറയാൻ പറ്റത്തില്ല, 2 സാധനമുണ്ട്. ഈ 2 സാധനം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം കാണിക്കുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇത് കണ്ടോ, ഞെരിഞ്ഞിൽ അല്ലെങ്കിൽ ഞെരിച്ചിൽ എന്നൊക്കെയാണ് പലയിടത്തും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മുള്ളു പോലും ഇങ്ങനെ നമുക്ക് കൊണ്ടുകയറി നിൽക്കും. വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ദേഹത്തൊക്കെ മുറിയാൻ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കരിക്കും വേണം. ഈ 2 ഐറ്റങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആയുർവേദത്തിൻ്റെ ആ ഒരു സാധനം അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ പഴുപ്പിനുള്ള മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇത് എടുത്ത് ഈ വെട്ടിച്ച സാധനം ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ അടപ്പെന്ന് പറയുന്നത്, ഇതിൻ്റെ മുകളിലിരിക്കുന്നത്, ഇത് നിങ്ങൾ കളയാൻ പാടില്ല, ഇതിങ്ങനെ തന്നെ വെച്ചേക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഞെരിഞ്ഞിൽ അല്ലെങ്കിൽ പറയുന്ന ഞെരിച്ചിൽ, ഈ ഞെരിച്ചിലിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു കയ്യിൽ എത്ര കയറുമോ ഇത്രയും കയറിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം എന്നിട്ട് നമുക്ക് ഈ ഒരു കരിക്കിനകത്തേക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു സാധനം നമ്മൾ വെച്ച് അടച്ചു വെക്കണം കേട്ടോ. നമ്മൾ എങ്ങനെയാണോ തുറന്നെടുത്തത് അതുപോലെ തന്നെ നമുക്ക് എയർ കയറാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനെങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. ഇതൊരു 24 മണിക്കൂറെങ്കിലും നമുക്ക് ഇങ്ങനെ എവിടെയും വെക്കണം. തണുപ്പുള്ള സ്ഥലത്തും വെക്കണമെന്നില്ല, അതായത് ഫ്രിഡ്ജിനുള്ളിൽ വെക്കണമെന്നില്ല. നമുക്ക് പുറത്ത് എവിടെയും 24 മണിക്കൂർ ഇങ്ങനെ ഇത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റൊരു പാത്രത്തിലേക്ക് ഒരു തുണി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നീര് മുഴുവൻ, അതായത് നമ്മുടെ ഈ ഒരു ഞെരിച്ചിലിൻ്റെ ആ ഒരു നീര് മുഴുവൻ നമ്മുടെ ഈ ഒരു കരിക്കിൻ്റെ ഈ ഒരു വെള്ളത്തിലേക്ക് പിടിച്ചിട്ടുണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ ഒരു മൂത്ര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കരിക്ക് ഇല്ലാതാക്കും.